എടാ ഗോപി, നീ നേരത്തെ ഒരു ഷോർട്സിൽ പറഞ്ഞില്ലേ ഇതിന്റെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ വീഡിയോയിലോട്ട് പോയേക്കാം. ഇതാണ് സൗണ്ട് ബാർ ഒരു സൗണ്ട് ബാറാണ്, അടിപൊളി. JBL ഒരു മോഡല്. അടിപൊളി അടിപൊളി. പിന്നെ പോരാത്ത ഇത് ഡോൾബി ഓഡിയോ സപ്പോർട്ട് ആവുന്നുണ്ട്. ഡോൾബി ഓഡിയോ. പിന്നെ വയർലെസ് സബ്വൂഫർ വരുന്നത്. പിന്നെ മോഡൽ ഏതായിരുന്നു? മോഡൽ വരുന്നത് R.21 D-Bass MK2 എന്ന് പറഞ്ഞ മോഡൽ. MK2. ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബാസിന് വേണ്ടി ഫോക്കസ് ചെയ്ത മോഡലാണ്. പിന്നെ പോരാതെ ഇത് ഡോൾബി ഓഡിയോ സപ്പോർട്ടാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടും. പിന്നെ സറൗണ്ടിങ് എഫക്റ്റ് നമുക്കിത് കിട്ടുന്നതാണ്. പിന്നെ ഇതിന്റെ സൗണ്ട് ഔട്ട്പുട്ട് പറയുവാണെങ്കിൽ 300 വാട്ട്സ് ഔട്ട്പുട്ട് വരും. 300 വാട്ട്സ്. പിന്നെ ഇതിന്റെ ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 4.2 ആണ് വേർഷൻ വരുന്നത്. ഏതൊരു ചെറിയ റൂമിലോട്ടും അതുപോലെ തന്നെ വീടുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഒരു സറൗണ്ടിങ് എഫക്റ്റ് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. പിന്നെ HDMI ഔട്ട്പുട്ട് മെയിൻ ആയിട്ട് പറയണ്ട. HDMI ഔട്ട്പുട്ട് 2 എണ്ണം വരുന്നുണ്ട്. ARC വരുന്നുണ്ട്. HDMI ARC വരുന്നുണ്ട്. പിന്നെ HDMI ഇൻ എന്ന് പറഞ്ഞ് HDMI പോർട്ട് മാത്രമായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഇത്. പിന്നെ വരുന്നത് USB കേബിൾ സപ്പോർട്ടാണ്. USB കേബിൾ സപ്പോർട്ട് പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ, അല്ലാതെ നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിൽ. പിന്നെ ഇതിന് ഒപ്റ്റിക്കൽ കേബിൾ സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫിനിഷിംഗ് ആണ്. JBL ഫിനിഷിംഗ് അറിയാമല്ലോ. അടിപൊളി ഫിനിഷിംഗ് ആണ്. പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന്റെ സബ്ബൂഫറിലോട്ട് പോവുകയാണെങ്കിൽ 6.5 വരുന്ന സബ്ബൂഫറാണ് വരുന്നത്. അതും ഡൗൺ ഫെയറിങ്. ചിലർ പറയുന്നത് 6.5 സൗണ്ട് ഇല്ലെന്ന്. ഭയങ്കര സൗണ്ടാണ്. നല്ല സൗണ്ടാണ്. എല്ലാരും എക്സ്പീരിയൻസ് ചെയ്താലേ ഇതിന്റെ കറക്റ്റ് ക്ലിയർ സൗണ്ട് കേൾക്കത്തുള്ളൂ. JBL അപ്പൊ ഭയങ്കര സൗണ്ടാണ്. പിന്നെ JBL അറിയാലോ, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പറയേണ്ട ആവശ്യം തന്നെ അറിയാം. അതെ. അതിന്റെ ഇതൊന്നും എടുത്തിട്ട് വന്നേ. സബ്വൂഫറിന്റെ ഫിനിഷിംഗ് ഉണ്ട്. ഡൗൺ ഫെയറിംഗിന്റെ ഫിനിഷിംഗ് അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ട്. സൗണ്ട് വരും. നമ്മൾ ഇന്നലെ കാണിച്ച മോഡൽ സൈഡ് ഫെയറിംഗ് വരുന്നത്. അതെ, ഡൗൺ ഫെയറിംഗ് വരും. ഡൗൺ ഫെയറിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഒരു ബാസ് തോന്നിക്കുന്നത്. കാരണം പ്രഷർ നേരെ തറലോട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാലേ ബാസ് കിട്ടത്തുള്ളൂ. അത്രയും ബാസ് കിട്ടും. പിന്നെ അതുപോലെ ബ്ലൂടൂത്ത് അല്ലേ? അല്ല, വയർലെസ് അല്ലേ? വയർലെസ്. പിന്നെ ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ടോ? അടിപൊളി ഫിനിഷിംഗ്. ഈ വയർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സബും അതുപോലെ തന്നെ സൗണ്ട് ബാറും തമ്മിൽ കണക്ട് ചെയ്യുന്ന പറഞ്ഞത്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ വയേർഡ് വരും. അത് നമുക്ക് സൗണ്ട് ബാർ വരുന്ന ബ്ലൂടൂത്ത് ആണ്. ഫിനിഷിങ് നമ്മളിവിടെ ഇത് അടിപൊളി ഓഫർ പ്രൈസിൽ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ആരും അറിയുന്നില്ല. നമ്മളിവിടെ പ്രൈസ് കുറവ്. നമ്മളിത് ചെയ്തിട്ടുണ്ട്. അതെ, നിങ്ങൾ വിചാരിക്കുമ്പോൾ നമ്മളിവിടെ പ്രൈസ് കൂടുതലാണ്. പക്ഷെ നമ്മുടെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് അടിപൊളി പ്രൈസിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എവിടെയും കിട്ടാത്ത പ്രൈസിൽ നമുക്ക് ഇത് ഓൺലൈൻ പ്രൈസ് കൊടുക്കാം. 24 രൂപയ്ക്ക് കൊടുക്കാം. ഓൺലൈൻ പ്രൈസ് നമ്മൾ ചെയ്ത് ഓൺലൈൻ പ്രൈസ് ചെയ്യാമല്ലോ. പിന്നെ ഇതിന്റെ കൺട്രോൾസ് ഇവിടെ കൺട്രോൾ പാനൽ ബട്ടൺ ആയിരുന്നു. ബട്ടൺ തന്നെ ഒരു ഫിനിഷിംഗ് ഉണ്ട്. വേറൊരു ടൈപ്പ്. നമ്മൾ ഇന്നലെ കണ്ട ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇത്ര ക്വാളിറ്റി വരുന്നില്ല. അതിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. JBL ആയതുകൊണ്ട് തന്നെ പക്ക സർവീസും അതുപോലെ സർവീസും ഉണ്ട്. സർവീസിന്റെ കാര്യം പറയാം. സർവീസ് വരുന്നത് ഓൺ സൈറ്റിലാണ് വരുന്നത്. നമ്മൾ ഇപ്പം കസ്റ്റമർ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ രജിസ്റ്റർ ഒരു 48 hours അവർ വരുന്നതായിരിക്കും. അത് ഓൺ സൈറ്റിൽ. അതാണ് JBL. അത് പ്രത്യേകം പറയണം. പിന്നെ അതുപോലെ ബോട്ടിനാണെങ്കിലും ഓൺ സൈറ്റാണ് വരുന്നത്. ഇതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതിന്റെ പ്രൈസ് എത്രയാണ്? 24 രൂപയ്ക്ക് കൊടുക്കുക. 24 രൂപയ്ക്ക്. ഗോപി, അതെന്നാ ചെയ്യണോ? നമ്മളെ പറയുന്നുണ്ട്, പക്ഷേ ആരും കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല. കേരളത്തിലുള്ള ആൾക്കാർക്ക് വേറെ വ്ളോഗേഴ്സിനെ ഒക്കെ മതി. നമ്മളെപ്പോലെ ചെറിയ ചെറിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ആർക്കും വേണ്ട. പിന്നെ ലൈറ്റ് വേണ്ടവർക്ക് ഫുൾ ലൈറ്റ് വേണ്ടവർക്ക് ലൈറ്റ് ഉണ്ട്. ഓരോരുത്തർ പാർട്ടി ബോക്സ്. അതെ, അതെ, അവിടെ ഇറങ്ങുന്നു. അതെ, നമ്മളെപ്പോലുള്ളവരുടെ വീഡിയോസിനൊന്നും വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഇല്ല. പിന്നെ ഇത് ലൈറ്റ് വേണം ഓഫ് ആക്കാം. ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അതെ, പ്ലേ ചെയ്താലോ? പ്ലേ ചെയ്തേക്കാം.